കാന്താരി നിറയെ മുളകുണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞു. ഇനിയൊക്കെ ഇത്തിരി വളമൊക്കെ ഇട്ട് മെല്ലെ എനിക്കിപ്പോൾ നടക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് ഇനി ഞാൻ ഇവരെയൊക്കെ സംരക്ഷിക്കും. മുളകൊക്കെ എനിക്ക് വയ്യാതാകുന്നതിന് മുമ്പ് നിറഞ്ഞു നിന്നിരുന്നു. ഇതൊക്കെ പോയി ഉണ്ട്, ഇടയ്ക്കൊക്കെ ഓരോന്നുണ്ട്. അന്ന് നട്ട വെണ്ടയില്ലേ കുട്ടികളെ, ഇതാ ഇത്രയായി. ഞാനിതിൻ്റെ തലപ്പ് മുറിച്ച് വിട്ടു. അപ്പം എന്താ ബ്രാഞ്ചസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. എന്തോ ഇതിനകത്ത് ഞാനിങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി കട്ട് ചെയ്ത്, ഇത് നമ്മളെ കുട്ടിക്കാലത്തെ നമ്മുടെ അധ്യാപകരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, അടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മഷിത്തണ്ടാണ് കേട്ടോ. മഷിത്തണ്ട് ഇതൊക്കെ ഞാൻ ചട്ടിക്കകത്ത് വെച്ചിരിക്കുക. ഇതടുത്ത വെണ്ട ഉണ്ടോ, ഇതൊക്കെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വിട്ടപ്പോൾ ബ്രാഞ്ചസ് വരുന്നു. ഇതും കണ്ടില്ലേ, ഇതാ പച്ചക്കറി ഇട്ട് വെച്ചിരിക്കുക. അന്നത്തെ പച്ചക്കറി ഓരോ ചട്ടിയിലും ഇട്ട്, ഓരോ കുപ്പിയിലും ഇട്ട് വയ്ക്കും. കുപ്പിയുടെ ഇതാ അടപ്പിൻ്റെ ഭാഗം തുറന്നു വെച്ചിട്ട് അടിഭാഗം കട്ട് ചെയ്തിട്ട് ആ അടപ്പിൻ്റെ ഭാഗം കുത്തി വെച്ചാൽ മതി. എന്നിട്ട് അന്നത്തെ പച്ചക്കറി ഓരോന്നിലും കൊണ്ടിട്ടാൽ മതി. ഈ മതിൽ നമ്മുടെ അല്ല കേട്ടോ, ഇതാ ഈ മതിൽ തൊട്ട വീട്ടുകാരുടെ. അവർ തേക്കുകയില്ല, നമ്മൾ തേക്കട്ടെന്ന് പറഞ്ഞാൽ വിട്ട് വേണ്ടെന്നും പറയും. അതുകൊണ്ട് നമുക്കതൊരു ബോറ്. എന്നാലും നമുക്ക് അതിൻ്റെ പച്ചപ്പും ഭംഗിയൊക്കെ ഇതൊക്കെ പ്രകൃതിയുടെ ഒരു ഭംഗിയല്ലേ. ഇന്നത്തെ തോരൻ ഇവനാകട്ടെ, ഇന്ന് തോരൻ വയ്ക്കും. തുളസിത്തറ പോയി, ഇപ്പോൾ തുളസി തൊട്ടിയാണ്. തുളസിക്കതർ നുള്ളിയെടുത്ത കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ചാത്താൻ ഞാനെന്നും. ഇതൊക്കെ അതിൻ്റെ കേട് വന്ന ഇലകളൊക്കെ ഞാൻ പറിച്ച് കളയുക. ഇല ചുരുട്ടുക എന്നുള്ള ഒരു അസുഖം ഇതാണ് കണ്ടോ, ഇല ചുരുട്ടൽ ഉണ്ടോ. ഇതിനകത്ത് ഒരു ജീവി കാണും, ഞാൻ കാണിക്കാം. ഇതിനകത്ത് ഒരു ജീവിയുണ്ട്. കണ്ണാനീയാടിയ ലീലകൾ ഒന്നുകൂടി ആടൂലേ കണ്ണ്. കൈകൊണ്ട് തൊണ്ട, കാരണം എന്നാ വെച്ചാൽ ഇതൊക്കെ ഉണ്ടോ, ഇതിനകത്ത് ജീവിയൊക്കെ ഉണ്ടോ. ഇതാണ് ഈ ഇല ചുരുട്ടുന്നത് കണ്ടോ. എല്ലാ ഇലയും ഇങ്ങനെ കായ്ക്കാറായ സമയം ഉടനെയാണ് ഇതെല്ലാം കൂടെ കയറി ഇങ്ങനെ. പിന്നെ എങ്ങനെ കർഷകർ കണ്ടോ അതിനകത്തോട്ട് കയറിപ്പോയി വീണ്ടും. എങ്ങനെയാണ് കർഷകർ മരുന്ന് അടിക്കാതിരിക്കുന്നതല്ലേ, മരുന്ന് അടിക്കാതിരിക്കുന്ന എങ്ങനെയാണ് അവരുടെ ജീവിതമാർഗ്ഗം ഇതല്ലേ. ഉണ്ടോ ഇങ്ങനെ ഓരോ ഇലയും വന്ന് ഞാൻ പിടിച്ച് ഈ പുഴുവിനെ നശിപ്പിക്കുകയാണ്. എല്ലാ ഇല ചുരുട്ടി കൊണ്ടുകൊണ്ടോ. അടുത്ത ഇല ഞാൻ കാണിക്കാം. അടുത്ത വെണ്ടയാണ് ഇതിനകത്തും ഉണ്ട് ഇതുപോലെ തന്നെ ഇല ചുരുട്ടി കളയുക. എല്ലാം അങ്ങനെ ഇല ചുരുട്ടി കളയുക. നമ്മൾ ശ്രദ്ധിച്ചില്ലേ ഇതൊന്നും എല്ലാം പോകുമെന്ന് കണ്ടോ. 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയില്ല. അതിൻ്റെയാണ് ഇതൊക്കെ എല്ലാം. ഈ പുഴുവിനെ കണ്ടില്ലേ, ഇതേമാതിരി പുഴുക്കളാണ് ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. അതായത് ഈ ഇല ചുരുട്ടിയിരിക്കുന്നതിനകത്തും ഉണ്ട്, ഈ ഇല ചുരുട്ടിയിരിക്കുന്നതിനകത്തും ഉണ്ട്, ഈ ഇല ചുരുട്ടി അകത്തും ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ പുറകെ നടന്നെങ്കിലേ ഇതൊക്കെ വരികയുള്ളൂ. പാവങ്ങൾ കർഷകരെ സമ്മതിച്ചിരിക്കണം. മുറ്റത്തോട്ട് കുറച്ച് നേരം ഇറങ്ങി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇത് കോവൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടായ കോവയ്ക്കൊക്കെ ഒരു കണക്കുമില്ല ഈശ്വരാ. കൊല്ലം മെല്ലെ ഇതിനെ പരിചരിച്ചൊന്നുമില്ല. എനിക്കൊന്നാതെ പന്തലും വിടാൻ വയ്യ. അങ്ങോട്ടൊക്കെ പടന്നു പോകുന്നുണ്ട്. ഇങ്ങോട്ട് 2-3 കയറൊക്കെ കെട്ടി വിട്ടിട്ടുണ്ട്. പറ്റിയാൽ ചെയ്യും, പറ്റിയില്ല ചെയ്യുകയില്ല. തുളസി ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്, കൊണ്ടുവച്ചതാണ് 2-3 ദിവസം മുമ്പ്. ഇതൊക്കെ കറ്റാർ വാഴ പൂക്കാൻ തുടങ്ങി. ഉണ്ടോ പൂത്തു, ഒരു പൂ വന്നു. ഇനിയിപ്പം നിറയെ വരും. മുരിങ്ങ
പൂക്കാത്ത പൂമരക്കൊമ്പിൽ നീ ഓർത്തോർത്തിരിക്കുന്ന കാർക്കു വേണ്ടി. ഇത് പക്ഷേ പൂത്തു, പൂമരക്കൊമ്പിലല്ലെന്നേ ഉള്ളൂ. പൂക്കാത്ത പൂമരക്കൊമ്പിൽ നീ ഓർത്തോർത്തിരിക്കുന്ന കാർക്കു വേണ്ടി. പൂക്കൾ കൊഴിഞ്ഞപ്പോൾ പൂമണം മാഞ്ഞപ്പോൾ ഉണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക്. കഴിഞ്ഞ കൊല്ലം ഒരു ചക്ക തന്ന പ്ലാവില്ലേ, കുഞ്ഞംപ്ലാവ്, അതിനെയും വെട്ടിവിട്ടിരിക്കുകയാണ്. കാരണം ഈ വാങ്ങിച്ചു വെക്കുന്ന കുഞ്ഞു പ്ലാവുകളില്ലേ, അതൊക്കെ കുറച്ചങ്ങോട്ടാകുമ്പോൾ അതിനെ വെട്ടിവിടണം. എന്നാലേ ഒരുപാട് പൊക്കത്തിൽ പോവുകയില്ല, നിറയെ ബ്രാഞ്ചസ് വരികയും ചെയ്യും. ഓമ മാത്രം വാഴുന്നില്ല. ഒരു കാലത്ത് ഇഷ്ടം പോലെ ഓമയ്ക്ക, നമ്മുടെ ഓമ അടിമുടി നിറഞ്ഞ് ഓമയ്ക്ക ഉണ്ടായ ഓമകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇതാ എന്ത് ഒരു സീസണിൽ കാണും, പിന്നില്ല. ഞാനിനി ഈ അതിനകത്തിരുന്ന ചെടിയെ നശിപ്പിക്കുന്ന പുഴുവിനെയൊക്കെ ഒന്ന് കൊല്ലട്ടെ. ദോഷമാണെന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സുമില്ല ചെയ്യാൻ. പക്ഷേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട എൻ്റെ ചെടിയിലെല്ലാം കയറി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ശല്യം ചെയ്യുന്നതിനെയൊക്കെ മനസ്സിന് സമാധാനത്തോടെ അല്ല ഞാനിത് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ചെയ്യാതെ നിവൃത്തിയില്ല, നോ രക്ഷ. ഈശ്വര എന്നോട് ക്ഷമിക്കണേ, ഞാനിതിനെയൊക്കെ നശിപ്പിക്കുന്നതിന് എന്നോട് ക്ഷമിക്കൂ ഈശ്വര. മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം അല്ലേ? യെസ്, ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ്. താങ്ക് യു സോ മച്ച്.